ഇത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വിഷയം എന്തുവാണ്? അല്ല, നിങ്ങൾ പറഞ്ഞ എന്തോ സംഭവം നല്ല വെല്ലുവിളി കർഷകനും മെമ്പറുമാണ്, ഇവിടുത്തെ മെമ്പറാണ്. ആ ചേട്ടന് മാത്രമേ കിട്ടാവുള്ളൂ അതോ? അല്ല മൊത്തം 10-30 പേർക്കുണ്ട്. 30 പേരുടെ മൊത്തത്തിൽ 50,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോ 10 വർഷം തന്റെ തെളിവ് സഹിതമുണ്ട്. 10 വർഷമായി. പല പ്രാവശ്യം പറഞ്ഞു അതെല്ലാം തീർന്നു, പൈസ ഉടനെ തരുമെന്ന് പറഞ്ഞു. പിന്നെ അഫെക്സ് മാർക്കറ്റ്, കൊല്ലത്ത് കടപ്പാക്കട ഒരു മാർക്കറ്റ് തുടങ്ങുന്നുണ്ടായിരുന്നു, അഫെക്സ് മാർക്കറ്റ്. അതിന് ഉദ്ഘാടനത്തൊക്കെ ഞങ്ങളെയും കൊണ്ടുപോയി, ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നത് അഫെക്സ് മാർക്കറ്റ് നിർത്തിവെച്ചു. മാനേജരാണ് ഇവിടുത്തെ. അഫെക്സ് മാർക്കറ്റ് നിർത്തിവെച്ചു. പക്ഷേ സാറേ ഒരു സെക്കൻഡ്, അഫെക്സ് മാർക്കറ്റ് നിർത്തിവെച്ചു, ഷെയർ ഇവിടെ തരാമെന്ന് പറയുന്നു. ഇപ്പൊ ഒരു കുറഞ്ഞൊരു 4-5 വർഷം കൊണ്ട് ഇത് തന്നെ പരിപാടി, തരാമെന്ന് പറയുന്നതേ ഉള്ളൂ. ഇതുവരെ പൈസ തരുന്നില്ല. ഇതിനിടയ്ക്ക് പറഞ്ഞു ഇവിടെ ഫണ്ട് വരുന്നതനുസരിച്ച് തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് സുഖമില്ല, എനിക്ക് ചികിത്സയ്ക്ക് കാശ് വേണം. പൈസ തരാൻ പല പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടു, എന്നിട്ട് അവർ തരുന്നില്ല. തീരുമാനം എടുത്തെന്ന് പറയുന്നു. അതുകൊണ്ട് മാനേജറാണ്. ഷെയർ കൊടുത്തിട്ടുണ്ടോ? അതാണ് ഷെയർ കൊടുത്ത പാർട്ടിയാ. ഒരു ഷെയർ. ആ പിന്നെ ഷെയർ കൊടുത്ത അഫെക്സ് മാർക്കറ്റിന് ഷെയർ എടുത്തതിന്റെ കാര്യം പറഞ്ഞു. ഞാണ്ടേ എന്തോ എന്നേ റിക്വസ്റ്റും റെക്കോർഡും എല്ലാം വാങ്ങിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല. ആണ്ടേ ശരിയാക്കി. ഇത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എന്റെ ശ്രദ്ധപ്പെടുത്തിയിരുന്നെങ്കിൽ 9 വർഷമായിട്ട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നയാ. അതിനെക്കുറിച്ച് എനിക്ക് അറിയാം. അത് ഇപ്പൊ ഓരോരുത്തർ വരുമ്പോ ഞാൻ മാറി മാറി പറഞ്ഞാൽ പറ്റുമോ? എനിക്ക് സുഖമില്ല, തൊണ്ട വയ്യ. അല്ല ശ്രദ്ധപ്പെടുത്തിയായിരുന്നെങ്കിൽ അത് ഇവിടെ എന്നിട്ട് പിന്നെ തരാത്ത പ്രോപ്പർ നിക്ക് സാർ ഒരു കാര്യം പറഞ്ഞു. വിപണികളുടെ തുടങ്ങിയപ്പോൾ നമുക്ക് ശരിയാക്കാൻ കൊടുക്കാം, നിസ്സാരമായിട്ട് കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അല്ല, അതൊരു റിക്വസ്റ്റ് റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാനത് കളക്ട്. അതായത് ഇവര് പറയുന്ന 50 ഓഹരിയോളം മേടിച്ചെന്നാണ് സാറേ പറയുന്നത്. അതല്ല, അന്നേരം ഓരോരുത്തരും സെപ്പറേറ്റ് റിക്വസ്റ്റ്. ഒന്നാമത്തെ കാര്യം, അപ്പെക്സിൽ ഷെയർ വിപണിക്കാണ്, അതെ, ഇൻഡിവിജ്വൽ ഫാമേഴ്സിനല്ല. അല്ല, അപ്പൊ വിപണി സാധാരണ വിപണിയിലാണ് കൊടുക്കേണ്ടത്, ഫാമേഴ്സ് അല്ല കൊടുക്കേണ്ടത്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഇവർക്ക് ഓരോരുത്തർക്ക് തിരിച്ചു വേണമെങ്കിൽ നമ്മൾ വിപണിയിൽ നിന്ന് വേണമെങ്കിൽ തീരുമാനം എടുത്ത് തിരിച്ചു കൊടുക്കാൻ ഇൻഡിവിജ്വലായിട്ട് റിക്വസ്റ്റ് വന്നാൽ മതി. ഇവര് വീണ്ടും റിമൈൻഡ് ചെയ്യാൻ ഞാൻ കർഷകർക്ക് കോപ്പം കിട്ടാത്ത ഒരു വിപണിയായിരുന്നു. സത്യം പറയുകയാണ്. അത് 80 രൂപയ്ക്ക് ആദ്യം ലേലം പോയ കാറ്റിൽ 80-90 രൂപയ്ക്ക് പിന്നെ 50 രൂപയിലേക്ക് ഞാൻ കർഷകൻ തിരിച്ചു കൊണ്ടുപോകും എന്റെ സാധനങ്ങൾ. സ്റ്റോറിന് കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ്. അണ്ണനിപ്പോ റിക്വസ്റ്റ് കൊടുത്തിട്ട് എത്ര ആളായി? റിക്വസ്റ്റ് കൊടുത്തിട്ട് എത്ര ആളായി? റിക്വസ്റ്റ് കൊടുത്തിട്ട് 5 വർഷമെങ്കിലും ആയി. റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇപ്പൊ വന്നാക്കിയതൊന്നും അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് 5 മാസമായി. സാങ്കേതികം പറഞ്ഞ് ഒഴിഞ്ഞു വിടുന്നതാണ്, ഇങ്ങനെ പറഞ്ഞു വിടുന്നതാ. വരുന്നവരുടെ എല്ലാ അടുക്ക പറയുന്നുണ്ട്. അതിനുമ്പ് വന്നത് നസ്രിയ എന്ന് പറയുന്ന ഒരു മഠം വന്നു. അതിനുമ്പ് സിനി എന്ന് പറയുന്ന ഒരു മഠം വന്നു. അന്ന് മുതലേ ഇങ്ങനെ പറയുന്നു തരാമെന്ന് പറയുന്നു. ഇപ്പൊ പറയുന്നു നമുക്ക് ആ പൈസ തരാമെന്ന് പറയുന്നു. തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലെന്നാ പുള്ളി ഇന്നേ എടുത്തിട്ടുണ്ട്. തീരുമാനം എടുത്തിട്ടുണ്ട്. അതാണ്ട് സെക്രട്ടറിയോട് ചോദിച്ചറിയാം. അവര് പറഞ്ഞാൽ ഇത് കർഷകൻ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്തെങ്കിലും വിപണിക്കാണ് അവർ അപ്പീൽസ് കൊടുക്കേണ്ടത്. വിപണിയാണ് വിതരണം ചെയ്യേണ്ടത്. വിപണി തരണ്ടേ? അവര് പറഞ്ഞു നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കാത്തോണ്ടാ തരാത്തത്. സെക്രട്ടറിയോട് ചോദിച്ചു. നമ്മളിപ്പോ അവിടെ പോയപ്പോ അവര് പറഞ്ഞില്ല അവർക്ക് സമയമില്ലെന്ന് പറഞ്ഞു. അവരല്ല, അപ്പുറത്ത് സെക്രട്ടറി ഇരിക്കൊണ്ട് വേറെ റിക്വസ്റ്റ് വന്നിട്ട് അവരുടെ കയ്യിലാണ് കൊടുത്തത്. തന്നിട്ടുണ്ടോ ചോദിച്ചു. ചേട്ടന് മേടിച്ചിട്ടുണ്ട്. കർഷകനല്ലേ? പൈസ കൊടുത്തിട്ടുണ്ടോ? പൈസ കൊടുത്തിട്ടുണ്ടോ? എങ്ങനെ ഷെയർ എടുത്തിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ പഴയ ആൾക്കാരെ ഷെയർ വാങ്ങിച്ചു. ഇവരുടെ ഷെയർ ഇല്ല. നമ്മൾ താഴത്തുള്ള കർഷകരാ കൊടുത്തിട്ടുണ്ടാവും. ഷെയർ കൊടുത്തിട്ടുണ്ടോ? ഷെയറില്ല. അപ്പൊ ചേട്ടൻ വേണ്ടി ചോദിക്കും, വാങ്ങിക്കാൻ കൊടുക്കും. എന്താ ചോദിക്കുന്നത്?
മനസ്സിലാക്കുക. നമ്മൾ ഷെയർ കാശ് വേണമെന്ന് റിക്വസ്റ്റ് കൊടുത്തിരുന്നു, ആ നിയമം റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ഓരോരുത്തർ വന്ന് മാറുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? 10 വർഷം മുമ്പ് തന്നതാണ് ഡിവിഡൻഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോൾ മാനേജർ പറയുന്നത് റിക്വസ്റ്റ് തന്ന അന്നേരം വലിയ സംഭവം അല്ല എന്നാ പറഞ്ഞത്. റിക്വസ്റ്റ് കൊടുത്തിട്ടില്ലെന്നാണോ? സംഭവം അല്ലേ? അത് പറഞ്ഞിട്ട് ഒന്നും പറയണ്ടോ? ചന്ത കഴിയും പ്രസിഡന്റാ പറയുന്നത്. അല്ല ഇനി ചന്ത കഴിയുമ്പോൾ തരും. നിങ്ങൾ കർഷകരുണ്ടെങ്കിലല്ലേ ചന്തയേ ഉള്ളൂ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതായിരുന്നു, ഒരുപാട് തവണ ഞാൻ വന്ന് പറഞ്ഞതാണ്. പൈസ വേണം, പൈസ ഒക്കുമ്പോ തരും, ഒക്കുമ്പോ തരും, ഉള്ളപ്പോ തരും, ഇനി ഫണ്ട് വരുമ്പോ ഉണ്ടെങ്കിൽ തരും, ഇതൊക്കെയാ പറയുന്നത്. വെറും ധാഷ്ട്യം കാണിക്കുന്ന ഇവിടുത്തെ പ്രസിഡന്റ് അവിടെ ഉള്ള ആറ്റുശ്ശേരി. പ്രസിഡന്റ് പേരെന്തുവാ? അജയ്കുമാർ. ഗുണ്ടായിസം കാണിക്കുകയാണ്. വേണമെങ്കിൽ തരാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാ പറയുന്നത്. വേണമെങ്കിൽ തരാമെന്നൊന്നും പറയാറില്ല. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഷെയർ ഉണ്ടോ? നിങ്ങൾക്ക് ഷെയർ ഉണ്ടോ? ഷെയറൊന്നും നമുക്കില്ല. പിന്നെ നിങ്ങൾ പിന്നെ പറയുന്ന കാര്യം എന്തോ? നിങ്ങൾക്ക് ഇതിന്റെ കഥ വല്ലതും അറിയാമോ? നിങ്ങൾക്ക് ഇതിന്റെ കഥ നിങ്ങൾക്ക് ഇതിന്റെ കഥ വല്ലതും അറിയാമോ? നിങ്ങൾക്ക് ഇതിന്റെ കഥ വല്ലതും അറിയാം? എന്തുവാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ പറയുന്നത് എന്തുവാന്ന് അറിയാമോ? എടാ ഈ പറയുന്നത് എന്തുവാന്ന് അറിയാമോ? എങ്കിലും ഉണ്ടായിരിക്കും. ഇത് ഞങ്ങൾ കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കാനാണ് നോക്കുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത സംഭാഷണം നടത്തരുത്. പിന്നെ എന്തോ അറിഞ്ഞുണ്ടായി അങ്ങനല്ല. ആ ഷെയറിന്റെ കാര്യമല്ല പറയുന്നത്, അറിയാതെ പറയാതെ. ഇത് ഞങ്ങൾ അഫക്സ് മാർക്കറ്റിന് ഷെയർ കൊടുത്തിട്ടുണ്ട്. ഞാൻ 16,000 രൂപ കൊടുത്തിട്ടുണ്ട്. അതാ പറയുന്നത്, അല്ല വേറൊന്നുമല്ല. 10 വർഷമായി. എന്തെങ്കിലും കേട്ടിട്ട് അമ്മ ചൂടാകും. പ്രവർത്തനമാണോ നിങ്ങൾ? അല്ലല്ല, ഇവര് വിളിച്ച് നമുക്ക് നിങ്ങളായിട്ട് ബന്ധമില്ല. അവര് വിളിച്ചിട്ടോ അവർക്ക് കർഷകർ വിളിച്ചിട്ടോ. എന്റെ വ്യക്തിപരമായ കാര്യം നമുക്ക് 10 വർഷമായി ഷെയറിന്റെ വിഷയം. 10 വർഷമായി. ഒരു മാനേജർ റിക്വസ്റ്റ് തന്നാൽ ഉടനെ കൊടുക്കുന്നില്ല. എന്താ കാര്യം? എന്താ ബുദ്ധിമുട്ട്? എന്താ എനിക്ക് അതിന്റെ ബാങ്ക് ഇൻട്രസ്റ്റ് ഇപ്പൊ നിലവിൽ ഫണ്ടില്ലാത്ത മാനേജർ പറഞ്ഞ ഫണ്ടില്ലാത്തോണ്ടല്ല, ഫണ്ട് അറേഞ്ച് ചെയ്ത് തരാം, പക്ഷെ അവരൊന്ന് ഓർമ്മിച്ചാൽ മതി എന്നാ പറഞ്ഞത്. പ്രസിഡന്റ് പറഞ്ഞില്ല, ചോദിച്ചു നോക്ക്. എനിക്കിപ്പോ സുഖമല്ല, എനിക്ക് ആസ്പത്രി പോകാൻ പൈസ അല്ല. ഇവരിപ്പോ നമ്മൾ നേരത്തെ കണ്ടത് മാനേജരല്ലേ? റിക്വസ്റ്റ് കൊടുത്താൽ തരാന്നാ പറഞ്ഞത്. റിക്വസ്റ്റ് എന്നേ കൊടുത്തു, എന്നും റിക്വസ്റ്റ് എടുത്ത ഉടനെ ശരിയാക്കുമായിരിക്കും. തരുന്നില്ല. മാനേജർ മാറി മാറി വരും. അടുത്ത ആൾ വരും, പറയും ഞാൻ അറിഞ്ഞില്ല. ഇവിടുത്തെ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. പ്രസിഡന്റിനോട് പറഞ്ഞു, വരുന്ന പ്രസിഡന്റുമാരോടെല്ലാം പറയുന്നുണ്ട്. പ്രവർത്തനത്തില് വളരെ അപാകതകൾ കർഷകരെ സഹായിക്കുന്ന ഒരു രീതി എല്ലാവരും വിപണി പോകുന്നത്. കാരണം സംസ്ഥാന വ്യാപകമായുള്ള ഒരു യൂണിറ്റാണ് GFCക്ക്. അതിന് പൊതുവായ ഒരു നയമാനായിട്ട് ഞാൻ കാണുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ, കർഷകന്റെ മുതല് കൊണ്ടുവന്ന് വിപണിയിൽ കൊടുക്കുമ്പോൾ അവൻ അന്ന് പൈസ കൊടുക്കുന്നില്ല. ഒരു യഥാർത്ഥ കർഷകന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇവിടെ എത്തിയിരിക്കുന്നു. കാരണം ഒരു കർഷകനായി നിന്നുകൊണ്ട് അവന്റെ ഉൽപ്പന്നം ഒരു വർഷം കഷ്ടപ്പെട്ട് സംരക്ഷിച്ച് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അവന്റെ അതിന്റെ മൂല്യം എടുത്തുകൊണ്ട് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസ്ഥയിൽ പൈസ കിട്ടുന്നില്ല അവിടുന്ന്. അതേസമയം ഒരു മുതലാളി വന്ന് ലേലം ചെയ്തെടുത്താൽ ആ മുതലാളിക്ക് ഒരു ഈടുമില്ലാതെ മുതൽ കൊടുത്തുവിടുന്നുണ്ട്. അപ്പൊ ഈ മുതലാളി പൈസ അടയ്ക്കണ്ട. മുതലാളി പൈസ അന്ന് അടയ്ക്കുന്നില്ല. അവർക്ക് കിട്ടുന്ന അവരുടെ കയ്യിൽ ഒക്കുന്ന രീതി അനുസരിച്ച് അവർ പൈസ അടയ്ക്കുന്നത് ഇവിടെ വാങ്ങിക്കുന്നത്. അതിന് പൊതുവായ ഒരു നിബന്ധന ഇല്ലെന്ന് പറയുന്നത് എന്റെ ആശയം. ഒരു കർഷകന് ഒരു ലോൺ എടുക്കാൻ 1000 രൂപയ്ക്ക് എന്നാൽ എത്ര പേപ്പറിൽ ഒപ്പിട്ടിച്ച് വാങ്ങിച്ചില്ല ബാങ്കുകാർ കൊടുക്കുന്നത്. ഒരു കർഷകന്റെ മുതൽ കൊണ്ടുവന്ന് മുതലാളിമാർക്ക് കൊടുക്കുന്നതിനകത്ത് ഒരു ഈടുമില്ല. ഇനി അവർ വിളിച്ചുകൊണ്ട് പോയി അവർ അന്ന് അടയ്ക്കുന്ന പൈസ വാങ്ങിക്കുന്നു, അത് കൊടുത്തു വിടുന്നു. പിറ്റേ ആഴ്ചകൾ ചോദിക്കുമ്പോൾ അവർ കൊണ്ടുപോയ ഉൽപ്പന്നത്തിനകത്ത് ചീത്തയാകുന്ന സാധനങ്ങളായിരിക്കുമല്ലോ ഈ വിപണിയിൽ വരുന്നത്. ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ട് മൊത്തം പൈസ അടയ്ക്കാത്തവരുണ്ട്. ഒരുപാട് പൈസ മുൻകാലങ്ങളിലുള്ള ഇവിടുത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ അറിയാം. അപ്പം വ്യാപാരികൾ ഒരുപാട് കാശ് കൊടുക്കാറുണ്ട്. കർഷകൻ ഞാനും ഇപ്പൊ ഇന്ന് 3-4 ആഴ്ചത്തെ ബില്ല് എനിക്ക് കിട്ടാനുണ്ട്. അതിന് കാശിന് വന്നാൽ ടോക്കൺ
എടുക്കണം. ടോക്കൺ എടുത്തിട്ട് വന്നാലോ കിട്ടുന്ന ചിലപ്പോൾ 1000 രൂപയ്ക്ക് എത്ര രൂപയായിരിക്കും. അതിനുവേണ്ടി രാവിലെ എടുക്കുന്ന ടോക്കൺ 2 മണി കഴിഞ്ഞായിരിക്കും എനിക്ക് കിട്ടുന്നത്. ആ പൈസ കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ആശുപത്രി കൊടുക്കാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞിന്റെ ഫീസ് കൊടുത്തു വിടാൻ പറ്റുമോ? കടം മേടിച്ച് കൃഷിയും ചെയ്യണം, കടവും കൊടുക്കണം. കടം വാങ്ങിക്കാൻ ആര് തരും? 1000 രൂപ എടുത്താൽ 12, 13, 14% ഇൻട്രസ്റ്റ് ഇവിടെ BFCക്ക് സഹായം കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട്. അത് എത്ര ശതമാനം കൊടുക്കുന്നുണ്ട്, എത്ര പേർക്ക് ലാഭകരമായി കിട്ടുന്നുണ്ട്, അതുകൂടെ വിശകലനം ചെയ്യണം. പിന്നെ പൊതുവായി പ്രധാനമായിട്ട് കർഷകർ നേരിടുന്ന വന്യജീവി ശല്യം. വനജീവികൾക്ക് വനത്തിൽ അസംരക്ഷണം കൊടുക്കണം. അതിന് വനം വകുപ്പുണ്ട്. വനം വകുപ്പ് അതിന് വേണ്ടുന്ന സംരക്ഷണം ചെയ്യാതെ ഒരു കർഷകന്റെ സ്ഥലത്ത് കയറി പന്നികളായാലും മറ്റു ജീവികളായാലും ശല്യം ചെയ്തിട്ട് സർക്കാരുകൾ നോക്കുകുത്തിയായിരിക്കുന്നു. കർഷകരെ സഹായിക്കുന്നില്ല. ഒരു മാസം പേയ്മെന്റ് ഇന്റർവ്യൂ ഈ സമയം എന്ന് പറയുമ്പോ ഞങ്ങൾ ലേലം നടക്കുന്നു, പേയ്മെന്റ് നടക്കുന്നു. തലസ്ഥാനം ഞങ്ങൾ മറുപടി പറഞ്ഞാൽ ലേലം പങ്കെടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് വിളിച്ചത്. അല്ല പിന്നെ ഞാൻ പെർമിഷൻ ഇല്ല. നിങ്ങൾ അത് പറയാം. ഇപ്പൊ കർഷകരുടെ ആവശ്യം പറയുന്നത് ഇവിടെ നിങ്ങൾ ഇത് കർഷകരുടെ സ്ഥാപനമാണെങ്കിൽ ഇവിടെ എന്ന് പറയും. കർഷകരുടെ സ്ഥാപനമാണെങ്കിൽ ഇവിടെ എന്ന് പറയും. നമുക്ക് നിങ്ങളും അവരെല്ലാം ഒരേപോലെ ഞാൻ പറയാം. കർഷകർ വനം വകുപ്പ് ഈ കൃഷിയിടങ്ങളിൽ കയറി വനജീവികൾ ശല്യപ്പെടുത്തുന്നതിന് ഒരു നിയമവും പാസ്സാക്കാൻ ഇവിടുത്തെ ഒരു ജനപ്രതിനിധികളും ഇല്ല എന്നുള്ളത് ഒരു സത്യം. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ എനിക്കൊരു കർഷക കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. എനിക്ക് ഇത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. വന്യജീവി കർഷകരെ ശല്യം ചെയ്യുന്ന വനജീവികളെ അവരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി നിയമം ഉണ്ടാവണം. അത് കർഷകരുടെ സ്ഥലത്ത് ഞാനിപ്പോ വേറൊരു കർഷകന്റെ കൃഷി നശിപ്പിച്ചാൽ കേസുണ്ട്. വനത്തിലെ ജീവികൾ വന്ന് കർഷകന്റെ കൃഷി നിരന്തരം ശല്യപ്പെടുത്തി നശിപ്പിക്കുക. അവന്റെ ജീവിത സ്വപ്നങ്ങളാണ് തകർക്കുന്നത്. ആ ജീവിത സ്വപ്നങ്ങൾ തകർക്കുന്ന ഈ രീതിയിലുള്ള വന്യജീവികളെ നശിപ്പിക്കുന്നതിന് ഇല്ലാതാക്കുന്നതിന് കർഷകന് അനുകൂലമായ നിയമം ഉണ്ടാവണം. എന്നെങ്കിലേ കർഷകന് കൃഷി ചെയ്യാൻ പറ്റൂ. കൃഷിയിടങ്ങൾ മൊത്തവും വെറുതെ കിടക്കുന്നു. ഇനി അത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സ്ഥാപനത്തിന് BFCക്ക് അന്നത്തെ ദിവസം പൈസ കൊടുത്തുള്ള ക്രമീകരണം ഉണ്ടാവണം. കാരണം കർഷകന് വേറെ എങ്ങും പോയി ആശ്രയിക്കാൻ പറ്റുന്നില്ല. അവൻ ഒരു വർഷം കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവരുന്ന ഉൽപ്പന്നത്തിൽ അവൻ ജീവിതത്തിന്റെ എല്ലാ മനക്കോട്ടയും അതിലാണ്. ഈ വന്യജീവിയും കീടങ്ങളും പ്രകൃതിയും എല്ലാം ഏറ്റിട്ട് കൊണ്ടുവരുന്ന സാധനത്തിന്റെ വില എന്നെങ്കിലും കൊടുത്താൽ പോരാ. അന്നന്ന് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഞങ്ങളുടെ കർഷകരുണ്ട്. കർഷകന്റെ ആവശ്യത്തിൽ കർഷകൻ സംഘടിക്കത്തില്ല എന്നുള്ളതിന്റെ പൊതു ഉദാഹരണമാണ് ഈ കർഷകർ പ്രതിനിധിയായിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളെ. കർഷകന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മനവേദന കൊണ്ടുകെട്ട് അവർക്കെന്തോ ഒന്നും സംഭവിക്കില്ല. അവരുടെ ലക്ഷ്യം കർഷകനെ സഹായിക്കാനാണെന്നെങ്കിൽ ഈ അസഹിഷ്ണുത ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല.
ഈ കർഷകരെ സഹായിക്കുന്ന പ്രതിനിധികൾക്ക് ഈ അസഹിഷ്ണുത ഉണ്ടാകത്തില്ല. ഇവിടെ പറയുന്നത് കർഷകൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന മൂല്യത്തിന്, അവന്റെ ജീവിത സ്വപ്നത്തിന്, അവന്റെ കാര്യങ്ങൾ നടക്കാൻ അന്ന് കാര്യസ്ഥാനങ്ങൾക്ക് വില കിട്ടണം, കൊടുക്കണം. അത് കൈ കൊടുത്തു വിടാനുള്ള ക്രമീകരണം ഉണ്ടാവണം. BFCക്ക് സംസ്ഥാന വ്യാപകമായിട്ട് ഒരു നിയമം ഉണ്ടാവണം. ഓരോ വിപണിക്ക് ഓരോ നിയമമായിട്ട് കൊടുക്കരുത്. മുതലാളിമാർക്ക് ഇഷ്ടാനുസരണം വിളിച്ചുകൊണ്ട് പോകാനുള്ള അവസരം കൊടുക്കരുത്. 80% കുറയാതുള്ള പൈസ അതാത് ആഴ്ചയിൽ ഈടാക്കുകയും തൊട്ടാഴ്ച ആഴ്ചയിൽ 20% വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഒരു മുതലാളിയെ പങ്കെടുപ്പിക്കാവൂ. അത് മുതലാളികളുടെ ദ്രോഹമല്ല, കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യവും ശ്രദ്ധിക്കാതെ അറിയണ്ടേ വളരെ മാന്യമായിട്ട് പറഞ്ഞൊരു ചന്ത നിങ്ങൾ ഇവിടെ വന്നാണ് മൊത്തം കർഷകർ നിങ്ങളിതിനകത്ത് സംഭവം നടക്കും. പുറത്തിറങ്ങി ഇന്റർവ്യൂ ചെയ്യാൻ പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ ഗ്രൗണ്ടിൽ പുറത്തിറങ്ങിയ ഇന്റർവ്യൂ കുഴപ്പമില്ല. ഞങ്ങൾ ആദ്യം മാന്യമായിട്ട് പ്രസിഡന്റ് പറയാൻ പറ്റത്തില്ല. ഞാൻ ശാന്തമായിട്ടൊരു കാര്യം നിങ്ങളോട് വേറെ ആണെങ്കിലും പോയി കാണിക്കണം. വരുമ്പോ സാവായിട്ട് ഒരു സ്ഥലത്ത് ഒരു ഞങ്ങൾക്ക് മാന്യമായിട്ട് മാറിയെന്നെ നിങ്ങൾക്ക് അസ്വസ്ഥത. അയ്യോ അങ്ങനെ പബ്ലിക്കാ, പ്രൈവറ്റ് നിങ്ങളുടെ വീടല്ല, നിങ്ങളുടെ വീടല്ല. നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ ഒന്നുമില്ല. ആ ഇത് പബ്ലിക്കാ 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 പബ്ലിക്കാ. അല്ല കർഷകരെ അവരെ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുത്തൂർ ന്യൂസ് മീഡിയയുടെ ലൈവാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പുത്തൂർ VFCKയുടെ കീഴിലുള്ള ഒരു വിപണിയിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ ഒരു കർഷകർ വിളിച്ചതിന്റെ പേരിലാണ് നമ്മൾ വന്നത്. ഒരു 10 വർഷമായിട്ട് അഫെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിൽ യഥാർത്ഥത്തിൽ മാനേജർ പറഞ്ഞ പോലെ ഇവിടുത്തെ വിപണിയായിരുന്നു ആ പൈസ പിരിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ ഇവിടുത്തെ കർഷകരുടെ കയ്യിൽ നിന്നും ഓഹരി വിഹിതം എന്നുള്ള രീതിയിൽ ഒരു ഓഹരിക്ക് 1000 രൂപ എന്ന രീതിയിൽ ഏകദേശം 50,000 ഓഹരിയോളം ആളുകളുടെ കയ്യിൽ നിന്നും പിരിച്ചിട്ടുണ്ട്. അപ്പം നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും 1000 രൂപ വെച്ച് ഓഹരിക്ക് 10 വർഷത്തിന് മുമ്പ് മേടിച്ചിട്ട് ആ അഫെക്സ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നിലവിലില്ലാതെ പൂട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. അത് വേറൊരു പേരിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും വർഷമായിട്ടും ഇവിടുന്ന് ഈ പൈസ കർഷകരുടെ കയ്യിൽ നിന്നുള്ള 1000 രൂപ വീതമുള്ള ഓഹരി വിഹിതം എന്ന രീതിയിൽ മേടിച്ചിട്ടുള്ള 1000 രൂപ ഇതുവരെ ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ആ പൈസ തിരിച്ചു കൊടുക്കാത്തതിനെ തുടർന്ന് കർഷകർ ഇവിടെ വന്ന് പൈസ ആവശ്യപ്പെടുന്ന സമയത്താണ് നമ്മളെ വിളിച്ച് ഇത്തരത്തിൽ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ അത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ആളുകൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ മാനേജർ പറഞ്ഞത് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മതി, പിന്നെ ആ പൈസ ഉടനടി തിരിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ അവർ ഏകദേശം വർഷങ്ങളായി മറ്റൊരു മാനേജർ നമ്മളോട് പറഞ്ഞ അതിന്റെ റിക്വസ്റ്റ് ഒക്കെ ആൾറെഡി മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ റിക്വസ്റ്റ് മേടിച്ചിട്ട് ഇത്രയും കാലമായിട്ടും ആ ആളുകൾക്ക് അത്രയും രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പിന്നെ ഇവിടുത്തെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഉൾപ്പെടെയുള്ളവരോട് ഇതുമായിട്ട് ഉള്ള കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അവരാരും തന്നെ ഇതിനൊരു മറുപടി നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ നിന്ന കർഷകർ, പൈസ കിട്ടാനുള്ള കർഷകരും ഇവിടെ ഇപ്പോൾ നിരവധി നിത്യം സാധനങ്ങൾ കൊണ്ടുകൊടുക്കുന്ന കർഷകരൊക്കെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ വളരെ അസഹിഷ്ണുതയോടെയാണ് ഇവിടെയുള്ള ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇവിടെ അധികാരപ്പെട്ട ആളുകൾ പബ്ലിക്കുന്നത് ഇവിടെ പേരും നാളും നോക്കിയാൽ ഇവിടെ ലേലം നടത്തുന്നു. ഇത്രയും ഈ വിപണിയിൽ പേരും നാളും നോക്കിയാൽ ലേലം നടത്തുന്നത് ഏത് സാധനമായാലും അവരുടെ കുറെ വ്യക്തികളുടെ ആളുകളുണ്ട്, അവർക്ക് ലേലം കൂട്ടിക്കൊടുക്കും. സാധാരണക്കാരൻ ഒരുത്തം കൊണ്ടുവരുവാണെങ്കിൽ ആ സാധനത്തിന് മാർക്കറ്റില്ല, വിലയില്ല, അവൻ തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇവിടുത്തെ വിപണിയിലുള്ളത്.
ഫ്രൂട്ട്സിന്റെ പ്രൊമോഷന് വേണ്ടിയല്ലേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ പ്രൊമോഷന് വേണ്ടിയല്ലേ ഉണ്ടാക്കി അതെ അതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ കുറെ മെമ്പർമാരുണ്ട്, അവരുടെ വ്യക്തികളുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ പ്രൊമോഷൻ അവരുടെ കുറെ ആളുകളുണ്ട്, അവരുടെ ആളുടെ പേര് നോക്കും, അവരുടെ നമ്പർ നോക്കും, അത് അങ്ങനെയാണ് ലേലം നടക്കുന്നത്. ഈ കർഷകരൊക്കെ തന്നെ പറയുന്നത് ഇതൊരു കർഷകർക്കുള്ള സ്വാശ്രയ കർഷകർക്കുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം എന്നുള്ളതിലൊഴികെ മറ്റുള്ള ചില വൻകിട മുതലാളിമാർക്ക് ഇവിടെ നിന്ന് വില കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രമുള്ള ഒരു സാധ്യത ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ നമ്മളോട് പറയുന്നത്. ഇവിടെയുള്ള കർഷകരും ഒക്കെ തന്നെ നമ്മളോട് പറയുന്നത് അത്തരത്തിലാണ്. ഈ ഇവിടെയുള്ള കർഷകരെ സഹായിക്കുന്ന പ്രവണതയല്ല ഇവിടെ നിന്നും ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ നിരവധി ഇവിടെ നടക്കുന്നത് ഇവിടെയുള്ള ചില പച്ചക്കറി മുതലാളിമാരെ സഹായിക്കുന്ന രീതിയിൽ സാധാരണക്കാരായ കർഷകരിൽ നിന്നും അന്നന്ന് സാധനം എടുത്ത് വളരെ കുറഞ്ഞ വിലയ്ക്ക് സാധനം എടുത്ത് മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ ഒരു പൈസ കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ വന്ന് സാധനം എടുക്കുന്ന മുതലാളിമാർക്ക് കൃത്യമായിട്ട് പൈസ ഒന്നും കൊടുക്കേണ്ട, അവർ കടം എടുക്കുന്ന രീതി എന്തെങ്കിലും പൈസ കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ മുതലാളിമാർ ഇവിടെ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോകുന്നതെന്നാണ് ഇവിടെയുള്ള കർഷകരെല്ലാം തന്നെ ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ സ്ഥാനമാനത്തിരിക്കുന്ന ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ ഒളിക്കുന്ന രീതിയിൽ ഇവിടെ എന്തൊക്കെയോ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയോ അപാകത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ മാധ്യമങ്ങളെ വരെ ചില സ്ഥാപനങ്ങളിൽ നിന്ന് അടിച്ചിറക്കുന്ന പോലെ നിങ്ങൾ പുറത്തു പോകണം, ഇവിടുത്തെ ചന്ത ഇതാകുന്നത്. ഇവിടുത്തെ നിലവിൽ നമ്മൾ ഈ കാണുന്ന ഹാളിലാണ് ഇവിടുത്തെ ചന്ത ലേലം വിളി നടക്കുന്നത്. അത് മുടങ്ങാതിരിക്കാനാണ് നമ്മൾ ഓഫീസിനകത്തേക്ക് മാറി നിന്ന് ഈ കർഷകരുടെ അവിടെ ഇരുന്ന ഓഫീസിനകത്തിരുന്ന കർഷകരുടെ പ്രതികരണം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ ആളുകൾ വളരെ ചവിട്ടിയായി വലിയ ധാർഷ്ട്യം കാണിച്ച് നമ്മുടെ അടുത്ത് ഇത്തരത്തിൽ പെരുമാറിയത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സ്ഥാപനത്തിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് നമ്മളൊരു നിങ്ങൾക്ക് ഡിവിഡന്റ് കിട്ടുന്നില്ലെന്ന് ചേട്ടനല്ലേ പറഞ്ഞു? ഞാൻ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ പറയുന്നു. അപ്പൊ ഞാൻ ഇറങ്ങി പോകണമെന്നാണ് അവര് പറയുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ചോദ്യം ചെയ്യണം. ഇത് പ്രസിഡന്റ് കുത്തേറയാണ്. ഇന്ന് ഉറങ്ങി കിടക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നു നാളെ ഇന്നോവൽ ചെയ്യണമെന്ന്. പിറ്റേ കാലത്ത് നിന്ന് കർഷകരാരും അറിയുന്നില്ല, ഒരു തീരുമാനം പറയും, അതങ്ങ് നടപ്പാകും. ഉദ്യോഗസ്ഥരും അതിന് കൂട്ടിയിരിക്കുക. അതായത് മറ്റേ കടയിൽ പൂട്ടി വെച്ചിരുന്നാൽ പറയാനല്ല പറ്റൂ. ഇവിടുത്തെ മെമ്പർമാരും കർഷകരും ഒരേപോലെ ഇവിടെ അതില്ലെന്ന് മനസ്സിലായി. ഇവിടെ മെമ്പർമാർ നിങ്ങൾ കർഷകർക്ക് ഒരുമയില്ലാത്തതുകൊണ്ടാണ്. അത് തന്നെ ഇവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് പൈസ അന്നു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അടുത്ത ദിവസം കൊടുക്കാം. ശനിയോ ബുധനോ ഇവിടുത്തെ ചന്തയെന്ന് പറഞ്ഞാൽ അതില് ബുധനാഴ്ച കൊണ്ടുവരുന്ന പൈസ ശനിയാഴ്ച കൊടുക്കാം. ഈ പൈസ ഒന്നിച്ചിട്ടിട്ട് ആർക്കും പൈസ കൊടുക്കുന്ന പതിവില്ല. ബാങ്കിൽ ചെന്നാൽ ബാങ്ക് അക്കൗണ്ടിൽ പൈസ അടക്കണം, ആ പൈസ എടുക്കത്തില്ല. 2 മണി 3 മണി വരെ ഇവിടെ കർഷകരെ ഇരുത്തി അവരെ വേർപ്പിക്കാതെ ഇവിടുന്ന് വിടത്തില്ല. എന്നിട്ട് അവസാനം പറയും പൈസ ഇല്ലെന്ന്. 500 രൂപ 200 രൂപ 1000 രൂപയെ കിട്ടേണ്ടത് ആ പൈസ കൊടുക്കാതെ സുഖമില്ലാത്ത ഒരുപാട് രോഗികൾ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ആ സമയത്ത് മരുന്ന് കഴിക്കണം, ഫുഡ് കഴിക്കണം. ഇന്നാള് തന്നെ ഒരു ചേട്ടൻ ഇവിടെ മറന്നടിച്ചില്ല, ഷുഗർ കൂടി. ആ ആഹാര സമയത്ത് കഴിക്കാതെ ഇപ്പോൾ തന്നെ നേരത്തെ കീടങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. മൃഗങ്ങൾ മൊത്തം വലിയ ശല്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പിന്നെ മാത്രമല്ല ടോക്കൺ സിസ്റ്റം വെച്ചിട്ട് പ്രസിഡന്റ് സെക്രട്ടറി കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് മൊത്തം കൂടെ വാരിയിട്ട് പ്രസിഡന്റ് ടോക്കൺ എടുത്ത് പോക്കറ്റ് ഇട്ടു. 1-ാം നമ്പർ ആദ്യത്തെ ദിവസം അന്ന് തന്നെ പ്രശ്നം ഉണ്ടായി. ഇതൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ? ഇവര് കുറച്ച് വ്യക്തിപരമായിട്ട് കുറെ ആൾക്കാർക്ക് ഉള്ള പൈസ കെട്ടിപ്പൊതിഞ്ഞ് മാറ്റി വെക്കും. എന്നിട്ട് പിന്നെ കുറച്ച് പൈസ കൈമണിക്കാരായിരിക്കും ഞങ്ങളെ അഴിമതി അവിടെ നടക്കുന്നത്. അഴിമതി നടക്കുന്നത് ഒരുപറ്റ ആൾക്കാരുടെ നിയന്ത്രണത്തിൽ അതിനകത്ത് ഞങ്ങളെല്ലാം തീരുമാനിക്കും. ലൈവായിരുന്നു, ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ വരുന്നത് പരാതി കൊടുത്താൽ അവർക്ക് ഇഷ്ടമായ രീതിയിൽ ആ പ്രശ്നം റിപ്പോർട്ട് എഴുതി വിടുന്ന ഒരു സമിതി. ഇപ്പൊ തന്നെ ഞാൻ അറിയാം, ഒരു മന്ത്രി തലത്തിൽ ഒരു പരാതി വന്നിട്ട് പരാതിക്കാരന് ഇവിടെ വരികയോ അത് കൊടുക്കുകയോ ചെയ്തില്ല എന്നൊക്കെയാണ് ഞാൻ അറിയാം. പക്ഷെ അതിനകത്ത് സത്യസന്ധത എന്താ എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഞാൻ ഉള്ളതായിട്ട് പറയാം, അതിനകത്തുള്ളത് എനിക്കറിയില്ല. ഞാൻ അത് എന്തെങ്കിലും പല കാര്യങ്ങളും ഇപ്പൊ തന്നെ നിങ്ങൾ ചാനലുകാർ വന്നു, ഞാൻ പറഞ്ഞത് മൊത്തം കർഷകരുടെ പൊതുവായ കാര്യമാണ്. BFCക്ക് പൊതുവായി എടുക്കേണ്ട ചില നയമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ BFCക്കകത്തുള്ള വിഷയം ഞാൻ പറഞ്ഞില്ല. BFCക്കകത്ത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കർഷകരെ സഹായിക്കുന്ന BFCK യൂണിറ്റുകളാകണം യൂണിറ്റ്. പ്രതിനിധികളും അതാവണം. പിന്നെ പ്രതിനിധികളായിട്ട് കയറിയിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇരിക്കും കാലം എങ്ങനെയെങ്കിലും പ്രശ്നമില്ലാതെ പോകണമെന്ന് ഇത് കർഷകരെ കൂടുതൽ ബുദ്ധിമുട്ടിലോട്ട് കൊണ്ടുപോകുന്ന നയം അവർ ഉപേക്ഷിക്കണം.
ഇവിടെ കർഷകർ വരുന്നത് നമുക്കറിയാം. സാധാരണ കുറെ പെൻഷൻകാരായ കർഷകരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് മാസം മാസം പെൻഷനൂടെ കിട്ടുന്നതുകൊണ്ട് അവർക്കൊരു വലിയ വിഷയമല്ല. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകനെ ഇവിടെ കർഷകനായിട്ട് ജോലി ചെയ്ത് കാർഷിക മേഖലയെ കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവന്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കല്യാണം, പാലുകാച്ച്, കുഞ്ഞിന്റെ പഠനം, ഹോസ്പിറ്റൽ കേസ്, ഒരു കാര്യത്തിന് ഈ പൈസ കൊണ്ടുവരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ജോലിക്കൂലി 1000 രൂപയിൽ കുറയാണ്. 1000 രൂപയിൽ ആ 1000 രൂപയ്ക്ക് 4 ജോലിക്കാരെന്നുള്ള 4000 രൂപയ്ക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ച് 4000 തിരിച്ചു പിടിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിൽ ആ കർഷകൻ. ഇനി സ്വന്തമായിട്ട് ചെയ്യുന്നവൻ അവന് രാവിലെ തൊട്ട് കൃഷിയിടങ്ങളിൽ പണി ചെയ്തിട്ട് വീടുകളിൽ ചെല്ലുമ്പോൾ കഴിക്കാൻ ഭക്ഷണം എവിടുന്ന, അതിന് പൈസ എവിടുന്ന. അപ്പം അതിനെക്കുറിച്ച് കർഷകർ അറിയുന്നില്ല. നിങ്ങളെടുത്ത് കൃത്യമായിട്ട് പൈസ കൊടുക്കാം. പണി നോക്കും. നിങ്ങളാരാ? പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ട സെക്രട്ടറി പുള്ളിയെ വരണ്ടോ? ആരാ ഞങ്ങളോ? നിങ്ങളെ എന്നിട്ടെന്തോതിന് കർഷകരുടെ ആവശ്യമാണ്. ഒരു ആവശ്യമില്ല അവരെന്നെ വിഷയം ഉണ്ടാക്കുന്നത്. ആരോ വിഷയം ഉണ്ടാക്കുന്നത് ഇവിടെ അവിടുന്ന് മാറി ഇവിടെ വന്നിരിക്കുന്നു. അവരാണ് പ്രശ്നം. ഇവിടെ ലേലം ചെയ്യുന്നത് കൂടെ ഇലയിൽ വന്നിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ പുറത്തറിയിട്ട് 4 പേര്. നിലവിലിപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കർഷകരെ തന്നെ ഇവിടുത്തെ എന്തോ ലേലം വിളി മുടങ്ങുന്നു എന്നും പറഞ്ഞ് പേടിപ്പിച്ച് ആൾക്കാരെ പിന്തിരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടുത്തെ മാനേജർ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നിലവിൽ ഈ ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അത് അറിയാതിരിക്കാനുള്ള അടവാണ് ഇപ്പോൾ ഇതിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരും അതോടൊപ്പം ഈ ഒരു മാനേജർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഈ ഒരു നമ്മളുടെ ഓഫീസിനകത്ത് നിന്നപ്പോഴാണ് പറഞ്ഞത് അവിടെ ലേലം മുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്നും പുറത്തിറങ്ങി, സ്ഥാപനത്തിന് പുറത്തിറങ്ങി ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. എന്നിട്ടും അവരുടെ അസഹിഷ്ണുത മാറുന്നില്ല. ഓരോരുത്തരുമായിട്ട് നമ്മൾ മാറിവിട്ട് പോവുകയാണ്. അപ്പം പൊതുവായ കാര്യങ്ങൾ പറയുന്നത് ആരും എതിർക്കേണ്ട കാര്യമില്ല. അല്ല അവരെ ലേലം മുടങ്ങുന്നു. അവരുടെ ലേലം എന്തോ മുടങ്ങി ഇവിടെ ലേലം മുടങ്ങി എന്തോ ലേലം അവിടെ നടത്തിക്കൂടെ? ഞാൻ ഓഫീസർ ഇന്റർവ്യൂ വേണ്ട. നമുക്ക് ഇവിടെ പറയുന്നത് മീഡിയ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് അവർക്ക് ലേലം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മീഡിയയുടെ മുമ്പിൽ വെച്ച് അവർക്ക് ലേലം ചെയ്യാൻ കഴിയില്ല. അപ്പൊ പൊതുജനങ്ങളെ അറിയിച്ചവർക്ക് ഇവിടെ ലേലം ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരുടെ ഭാഗം മാത്രം കേട്ടാൽ മതി, കർഷകരുടെ ഭാഗം കേൾക്കണ്ട എന്നുള്ളതാണ് അവർ പറയുന്നത്. ലേലം എനിക്കൊന്ന് പൊതുജനങ്ങളിലേക്ക് എത്തുന്ന ഇവിടുത്തെ പല അഴിമതികളും പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ഇവിടെ ഈ ഒരു ഇത് നടക്കുന്നത്. ഇവിടുത്തെ ചില വ്യക്തികളുടെ ധാർഷ്ട്യമാണ് നമ്മളോട് കാണിക്കുന്നത്. ഞാൻ ഇത്രയും ടെൻഷൻ നിൽക്കുമ്പോ എനിക്ക് നിങ്ങളോട് ഇന്റർവ്യൂ ഇതിന്റെ വസ്തുപരമായ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. വന്നാട്ടെ നിങ്ങൾ അതെടുത്ത് അത് പരിഹരിക്കുന്നതിന്
നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ പുത്തൂർ വിപണി കലാകാരങ്ങളുടെ പുത്തൂർ ഇത്രയും നല്ല കൊല്ലം ജില്ലയിലെ വലിയൊരു വിപണിയായ ഈ വിപണിയുടെ ഇത്രയും കാർഷിക പല ഫ്രൂട്ട്സ് ഐറ്റങ്ങളെ പച്ചക്കറി ഐറ്റങ്ങൾ ഇതിന്റെ ഒരു പബ്ലിസിറ്റിയാ കൊടുക്കണ്ടേ. അല്ലാതെ ഞങ്ങൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ പേയ്മെന്റ് ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇന്റർവ്യൂ അത് ഒരാളല്ല പറഞ്ഞോളൂ. ഇത്രയും ആൾക്കാർ അത് തന്നെ അതാ ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞത്. നിങ്ങൾ മീഡിയ ഓഫീസ് നിങ്ങൾക്ക് ലൈവ് കാണിച്ചാൽ എന്താ കാണിച്ചാലും നിങ്ങൾ മീഡിയ ഓഫീസ് സാറേ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂ തരാം. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഡെപ്യൂട്ടി മാനേജർ ഇരിപ്പുണ്ട് അദ്ദേഹം തരാം. ഒരാളാണ് ഈ നിങ്ങളെ വിളിച്ചത് ഈ ഷോ കാണിക്കുന്നത്. എന്റെ പൊന്നുകൂടെ ലൈവിലായിക്കോട്ടെ ഈ പൈസ മേടിച്ചിട്ട് അരി മേടിക്കാനും ഉൽപ്പന്നങ്ങൾക്ക് കൃഷിക്ക് സാധനം വളം മേടിക്കാനും കർഷകരോട് നോക്കിയിരിക്കുക ടോക്കൺ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ പുറത്തോട്ടിറങ്ങി ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് മീഡിയക്ക് എന്ത് വേണം ഞങ്ങൾ ഒളിച്ചും പാത്തല്ലേ നടത്തുന്നത്. നിങ്ങളുടെ കവറേജ് തരാം, നിങ്ങളുടെ കവറേജ് തരാം. നമുക്ക് എല്ലാ സൈഡും മാത്രം എന്താ പൈസ എന്താ ഇവിടുത്തെ എന്തല്ല ഇപ്പൊ പല അല്ലാതെ ഇവിടെ വന്ന് മാർക്കറ്റ് അല്ലാതെ എന്തോ നിർത്തി വെച്ചില്ല. നിങ്ങളടുത്ത് വന്നില്ല, നിങ്ങളടുത്ത് വന്നില്ല, നിങ്ങളടുത്ത് നമ്മൾ ആരും വന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പുറകെ എടുത്താണ് പോയത്. ഞങ്ങൾ ഇവിടെ എന്താ ലേലം ചെയ്യുന്നത് ഞങ്ങൾ വരുന്നില്ലല്ലോ. ലേലം ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളാ ലേലം നിർത്തിയിട്ട് വന്നേ, നിങ്ങളാ ലേലം നിർത്തിയിട്ട് വന്നേ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അവരവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. എല്ലാം അറിയണം, പോസിറ്റീവ് നെഗറ്റീവ് അറിയണം. ചെന്നത് നിങ്ങൾ അതിനെ കുറിച്ച് ഇപ്പൊ പിന്നെ നിലവിൽ നമ്മളെ ഇവിടെ ഇപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മളിവിടെ നിലവിൽ ഇവിടെ എന്താ കർഷകർ വിളിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പൊ അവരുടെ അഭിപ്രായം കേൾക്കുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ ഒരു ഇവിടുത്തെ ഭാരവാഹികളും അതുപോലെ ചില ആളുകൾ നമ്മളോട് ഇച്ചിരി അസഹിഷ്ണുതയോട് പെരുമാറിയത്. നമ്മളിവരുടെ ലേലം മുടക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും ഇടയ്ക്ക് കയറി ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ നമ്മുടേതായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തെന്നുള്ളേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് കർഷകരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ആരാഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇത്ര അസഹിഷ്ണുതയൊന്നും അല്ല, നമ്മൾ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അതുപോലെ ഈ സ്ഥാപനത്തിലെ പല പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇപ്പോൾ അകത്തു നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒരുമാതിരി ഇത് പല അവര് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി അവര് ലേലം നിർത്തി വെക്കുന്ന ഞങ്ങൾ ലേലം നടത്താൻ നമ്മൾ പുറത്തേക്ക്. അപ്പൊ നിലവിൽ ഈ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ. അങ്ങനത്തുള്ള പലവിധ വിവരങ്ങളാണ് നിലവിൽ ഇവിടുത്തെ ആളുകൾ നമ്മളോട് ഇവിടുത്തെ കർഷകരെന്ന് പറയുമ്പോൾ ഇവിടുത്തെ അംഗങ്ങളാണ്. ഈ അംഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. അത്തരത്തിൽ അംഗങ്ങൾ പലരും പറയുന്ന അഭിപ്രായങ്ങൾ നമ്മളോട് ഓരോരുത്തരടുത്ത് ഇൻഡിവിജ്വലായിട്ട് നമ്മളോട് പറയുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അത് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതോടൊപ്പം മാനേജർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് ഇത്തരത്തിൽ അസഹിഷ്ണുത കാണിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പുറത്തു നിന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇവർ പറഞ്ഞ 1-2 പോയിന്റുകളുണ്ട്. ഒരു കർഷകനല്ല 50,000 രൂപയുടെ ഓഹരിയോളം ആഫെക്സ് എന്ന് പറയുന്നതിന്റെ ഇവിടെ നിന്നും 10 വർഷത്തിന് മുമ്പ് ഇവിടുത്തെ കർഷകരിൽ നിന്ന് ഒരു ഓഹരിക്ക് 1000 രൂപ എന്ന രീതിയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. എന്നാൽ 10 വർഷം കഴിഞ്ഞു ആകെ 3 പ്രാവശ്യം വെറും 3000 രൂപ മാത്രം അതിന്റെ ലാഭവിഹിതം എന്ന രീതിയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഇത്രയും നാളായിട്ടും ഒരു രൂപ പോലും കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോൾ ഇവിടുത്തെ മാനേജർ പറയുന്നത് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മതി എന്നാണ്. അവർ 3 വർഷത്തിന് മുമ്പായിട്ട് എടുത്ത തീരുമാനമാണ് ഇത്തരത്തിൽ ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ളത്. മാനേജർ തന്നെ നമ്മളോട് പറഞ്ഞു ഈ വിപണിയിൽ നിന്നായിരുന്നു ഓഹരി സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇത് ഇത്തരത്തിൽ കർഷകരുടെ കയ്യിൽ നിന്ന് ഈ വിപണിയുടെ പേരിലുള്ള രസീതിലാണ് 16,000 രൂപ പിരിച്ചിരിക്കുന്ന രസീത് നമ്മൾ കണ്ടതുമാണ്. എന്നാൽ ഇപ്പോൾ പ്രസിഡന്റ് പറയുന്നത് പ്രസിഡന്റ് അല്ല വാങ്ങിച്ചത്, ഇതിന് മുമ്പിരുന്നവരാണ് മേടിച്ചത്, പണ്ടത്തെ രസീതല്ലേ, ഞങ്ങൾ എന്താ വേണമെന്നൊക്കെയാണ് പറയുന്നത്. നിലവിലുള്ള ഭരണസമിതിയാണ് പഴയ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത്. ആ അത്തരത്തിൽ നടപ്പിലാക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായത്.
അത് മാത്രമല്ല ഒരു കാര്യം കൂടി ഇവിടുത്തെ കർഷകർ നമ്മളോട് പറഞ്ഞു, അന്നന്ന് കൊടുക്കുന്ന കാർഷിക വിപണിയുടെ ആ സാധനങ്ങളുടെ പൈസ കിട്ടുന്നതിന് വേണ്ടി രാവിലെ മുതൽ ടോക്കൺ വാങ്ങി ഏകദേശം ഉച്ച വരെ 2 മണി 3 മണി വരെയൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് വിയർത്തിരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട 1-2 പരാതികളാണ് ഇവിടുത്തെ കർഷകർ നമ്മളോട് പറഞ്ഞത്. അതാണ് നമ്മൾ അത്തരത്തിൽ ഇവിടെ ഈ പുത്തൂർ ന്യൂസ് മീഡിയയുടെ ലൈവ് ഇതിലൂടെ നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ലൈവായിട്ട് അവർക്ക് ലേലം വിളിക്കാൻ പോലും ഭയമാണ്. അത്തരത്തിലാണ് ഈ സാധനങ്ങളുടെ വില ഇവിടെ നിശ്ചയിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇത്തരത്തിലുള്ള അഴിമതികളും കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിന് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം മറ്റൊരു വീഡിയോയുമായി ഈ ഒരു വിഷയം മറ്റുള്ളവരിലേക്ക് ഒരു പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ